പ്രതിരോധശേഷിയും പ്രത്യുൽപാദനശേഷിയും ഏറ്റവും കൂടിയ ആടെന്ന് പറയുന്നത് മലബാറി മാത്രമേ ഉള്ളൂ. കേരളം എന്ന് പറയുന്ന ഒരു ആട് വളർത്തലിന് പറ്റിയ കാലാവസ്ഥയല്ല. കേരളത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിവുള്ള ഏക ആടെന്ന് പറയുന്നത് മലബാറിയേ ഉള്ളൂ. അതുപോലെ മലബാറിയുടെ പ്രത്യേകത, നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഉൽപ്പാദനം നടക്കും, പ്രത്യുൽപാദനം നടക്കും. 2 വർഷത്തിൽ 3 പ്രസവം നടക്കും ഒരു മലബാറി ആടിൽ നിന്ന്. നമുക്കൊരു പ്രസവത്തിൽ 3 കുട്ടികൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട്, മിനിമം 2 കിട്ടും. അങ്ങനെ 2 വർഷത്തിൽ നിന്ന് ഒരു ആടിൽ നിന്ന്, ഒരു മലബാറിയിൽ നിന്ന് 9 കുട്ടികളെ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ മിനിമം 6 ഉറപ്പാണ്. ഹൈബ്രിഡ് ആടുകളെ വളർത്തി ഒരു 10, 20, 25 എണ്ണത്തിന് മേളിൽ സ്ഥിരമായിട്ട് വളർത്തുന്ന ഒരു ഫാമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫാം പോലും കേരളത്തിലില്ല. ഈ ക്രോസ് ബ്രീഡ്സിനെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ക്രോസ് ബ്രീഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് അതിൻ്റെ ജനിതകമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ ക്രോസ് ബ്രീഡിനെ ഒരെണ്ണത്തിനെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് ജനറേഷനൊക്കെ നല്ലതായിരിക്കും, കാണാൻ ലുക്ക് നല്ല റെഡി ആയിരിക്കും.